ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അതിരപ്പള്ളി തുമ്പൂർമുടി ഒന്ന് കാണാം. രാവിലെ 5 മണിക്ക് തന്നെ ഞങ്ങളുടെ യാത്ര ആരംഭിക്കും. അങ്ങനെ ആദ്യത്തെ പെർഫോമൻസ് ഈ ചേട്ടൻ്റെ വകയായിരുന്നു കേട്ടോ. അധികമാരും ചെയ്യാത്ത ഒരു ഐറ്റമായത്. നല്ല രസമായിരുന്നു, കളർഫുള്ളായി എന്ന് വേണേൽ പറയാം. ചേട്ടൻ്റെ പെർഫോമൻസ് അടിപൊളി. ആയിരം പാദസരങ്ങൾ തിരുങ്ങി ആലുവാപ്പുഴ പിന്നെയൊഴുകി സ്വപ്നശ്രീയാനൊരു പൂമ്പാറ്റയായിരുന്നു മാറി. പരിപ്പുവട, തക്കുവട, കൊക്കുവട, പപ്പടവട, നമ്മുടെ വായിലിഞ്ചടവടവട, നമ്മുടെ വായിലിഞ്ചടവട, നമ്മുടെ വായിലിഞ്ചടവടവട, നമ്മുടെ വായിലിഞ്ചടവട, പരിപ്പുവട. അങ്ങനെ തുമ്പൂർമുടിയിലെത്തി. അവരാണ് ടിക്കറ്റൊക്കെ എടുക്കുന്നത്. എല്ലാവരുടെയും ടിക്കറ്റ് അവർ തന്നെ എടുക്കും. അവരും നമ്മുടെ കൂടെ ഇങ്ങനെ വരും. ഞങ്ങൾ ഒക്കെ എല്ലാ കാഴ്ചകളും കാണാനായിട്ട് താഴോട്ട് പോവുകയാണ്. എല്ലാവരും പോയി. ഞങ്ങൾ അതൊക്കെ വീഡിയോയൊക്കെ എടുത്ത് പുറകെ പോകാം. ഇതാണ് അങ്ങോട്ടുള്ള പ്രധാന കവാടം. ഇപ്പം ഞങ്ങളതിൽ കയറി. ടിക്കറ്റൊക്കെ അത് ആ ജോലിക്കാർ തന്നെ എടുത്തു കിട്ടും. അവരെല്ലാവരുടെയും കൂടെ ഒന്നിച്ച് അവർ തന്നെ പോയി എടുക്കും. പ്രായപൂർത്തി അല്ല, എന്താ സീനിയർ സിറ്റിസണ് എന്തോ ചെറിയ ഇളവുണ്ട്. ഇതൊക്കെ ഇപ്പോൾ അടഞ്ഞു കിടക്കുവാണ്. ഒന്നും അധികം പ്രവർത്തനമില്ല. പക്ഷേ ഒത്തിരി സ്ഥലമുണ്ട് കേട്ടോ, കാഴ്ച കാണാനൊക്കെ. നമുക്ക് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ അതിനൊന്നും നിയന്ത്രണങ്ങളൊന്നുമില്ല. നമുക്ക് ഇഷ്ടം പോലെ എടുക്കാം. ഇതൊരു ചെറിയൊരു വനപ്രദേശം പോയി ചെറിയ വലരി പോലെ അവിടെ കാണാം. വെള്ളവും ഇപ്പം വെള്ളമൊന്നും ഇല്ല അവിടെ. അതെ, ഒരു മലയെണ്ണ ഇരിക്കട്ടെ. അവനും നമുക്ക് വീഡിയോയിൽ എല്ലാവരും മുമ്പോട്ട് പോയി. അങ്ങനെ ഇത് നമ്മൾ പാലത്തെ വന്നു. ഈ പാലത്തിൻ്റെ അക്കരെ എറണാകുളം ജില്ലയും ഇക്കരെ തൃശ്ശൂർ ജില്ലയാണ്. ഈ പാസ് എടുത്ത് നമുക്ക് അക്കരെ പാലം കടന്ന് അക്കരെ ഇറങ്ങാൻ പറ്റുകയില്ല. അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുക. നമുക്ക് പ്രവേശനം ഇല്ലെന്നാണ്. എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്ത് അതൊക്കെ പോയി. കുറേ പേര് മുമ്പോട്ട് പോയി. നല്ല ഭംഗിയല്ലേ കാണാൻ. വെള്ളവും കൂടെ ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു. വെള്ളം ഉള്ളപ്പോൾ ഒന്നുകൂടെ പോകണം. വെള്ളം ഇല്ലാതെ പോയി. ഓരോരുത്തർ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് അതിലേക്ക് കയറി. അവിടെയൊക്കെ കയറി ഇരുന്ന് ഫോട്ടോ എടുക്കാം. നല്ല ഭംഗിയാണ് കാണാൻ. ഇതല്ല കേട്ടോ, അതിന് അപ്പുറം നമ്മൾ തിരിച്ചു വരുമ്പോൾ അവിടെ വേറെ ഉണ്ട് കാണാൻ. നമ്മൾ അതൊക്കെ ചെല്ലുന്നുള്ളൂ. അന്നേരത്തിന് ആദ്യം പോയവരൊക്കെ തിരിച്ചു പോകുന്നു. ഈ ചേട്ടൻ ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല രസമാണ് കാണാൻ. ഇത് നല്ലൊരു സംവിധാനമായിട്ടാണ് ഈ തടയണ. ഒരു പ്രത്യേക രീതിയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. വെള്ളമില്ലാതെ പോയി. അതൊരു നല്ല രസമായിരുന്നു കാണാൻ. അക്കരെ ആ 2018 വെള്ളപ്പൊക്കത്തിനൊക്കെ എന്നതായിരിക്കും പാട്ട് പാടുന്നതുകൊണ്ട് അത്രയും പറയാൻ പുഴയിൽ വെള്ളമുള്ളപ്പം വന്നാൽ കാണാൻ ഇതിലും നല്ല രസമാണ്. ഈ ചെക്ക് ഡാം ഈ പുഴയിലെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സം വരാത്ത രീതിയിലുള്ള നിർമ്മാണമാണ് കേട്ടോ. രണ്ട് സൈഡിലോട്ടും ഇവിടുന്ന് വെള്ളം കൊണ്ടുപോകുന്നുണ്ട് മറ്റാവശ്യങ്ങൾക്ക്. ഒരു നല്ല ഇതാണ്. ആ പോകുമ്പോൾ കാണാമല്ലോ. വെള്ളം വേണ്ടേ കാണാൻ. എന്ത് ഭംഗിയായിരിക്കും ഇവിടെ. ഇവിടുന്ന് അപ്പുറത്തോട്ട് നമുക്ക് ഇറങ്ങത്തില്ല. അവിടെ എണ്ണപ്പനത്തോട്ടമാണ് കേട്ടോ കാണുന്നത്. ഏഴാറ്റുമുഖം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അത് കുറേ സ്ഥലം കാണുമായിരിക്കും. അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല. ഇവിടം കൊണ്ട് തീർന്നു. ഇവിടെ വന്ന് കുറേ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ട് ഇവരായിരുന്നു കേട്ടോ ഞങ്ങളുടെ സാരഥികൾ. ഇതൊക്കെ അതിൻ്റെ
ഇതൊക്കെ എടുത്തു പോവാം. അതാണ് വെള്ളം കൊണ്ടോണെ സംഭവം. ജലസേനത്തിലുണ്ടല്ലേ അതിലേ കൊണ്ടോണെ. ഇത് അതിനുള്ളൊരു ഇതാ ഷട്ടർ. ഈ പാലം പോലെ ഈ പാലം പോലെ ഷട്ടറാണ്. നല്ല നടുക്ക് വയ്ക്കുന്ന സാധനമായിരിക്കും. അവിടെ നിന്ന് ഇങ്ങനെ കെട്ടിക്കും. അങ്ങനെ ഞങ്ങൾ തുമ്പൂർ മൊഴിയിലെ കാഴ്ചകളൊക്കെ ഏകദേശം കണ്ടു തീർന്നു. ഇതിൻ്റെ ഒരു പ്രത്യേക ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയണ്ട. അവർ ഒരുവിധമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഇപ്പം നിങ്ങൾ വീഡിയോയ്ക്കകത്ത് കണ്ടല്ലോ, KSRTCയിലെ 2 സാറന്മാർ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. അവർ നമുക്ക് ഇതിലേ പോകണം, എങ്ങോട്ട് പോകണം, ഇതെല്ലാം അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അടുത്ത സ്റ്റേഷനിലോട്ട് പോവുകയാണ്. എപ്പോഴും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ ഈ KSRTCയുടെ BTC ട്രിപ്പ്. കഴിയുമെങ്കിൽ നമ്മൾ പ്രായമായ ആളുകൾക്കൊക്കെ ഈ യാത്ര പങ്കെടുക്കുന്നതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ. ശേഷം അടുത്ത വീഡിയോയിൽ. ഓക്കേ.